മലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധി വന്നതിന് പിന്നാലെ സ്ത്രീകൾ അവിടെ പ്രവേശിക്കുന്നു. നാമജപ ഘോഷയാത്ര കേരളത്തിൽ ഉടനീളം നമ്മൾ കാണുന്നു, തെരുവുകളിൽ കാണുന്നു. ആ കാഴ്ച നമുക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് CPM അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയന്റെ പോലീസാണ് ഇത് അറസ്റ്റ് ചെയ്തതെങ്കിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ സംഘം രൂപീകരിക്കുക, അവരാണ് അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പുറത്ത് ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം ചെറുതായിരിക്കില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് സംബന്ധിച്ച് CPMന് നോക്കുമ്പോൾ കുറച്ച് ആശ്വാസം നൽകുന്ന തീരുമാനമാണ്. പിന്നീട് ഒന്നുള്ളത് ദൈവതുല്യൻ എന്ന വിഷയം. ദൈവതുല്യൻ പിണറായി വിജയനാണ്, കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന തരത്തിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചമയ്ക്കപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ അദ്ദേഹം തന്നെ തന്ത്രി കണ്ഠരര് മോഹനനെ തന്നെ പിടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ദൈവതുല്യനായി അദ്ദേഹത്തെ വ്യാഖ്യാനിക്കാൻ CPM നേതൃത്വത്തിന് കഴിയും. അതുവഴി ആ വിവാദത്തിൽ നിന്ന് പുറത്തു കടക്കാനും CPMന് കഴിയും. അങ്ങനെ ഇത് CPMന്റെ നേട്ടം എന്നതിനപ്പുറത്തേക്ക് വിവാദങ്ങളിൽ നിന്ന് പുറത്തേക്ക് കടന്ന് കൈകഴുകാൻ പറ്റിയ സമയമാണ് CPMന് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുമോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അത് പ്രത്യേക സംഘമാണ് അതിൻ്റെ കാര്യങ്ങൾ വിശദാംശങ്ങൾ അറിയിക്കേണ്ടത്. ചോദ്യം ചെയ്യൽ പെട്ടെന്ന് അവസാനിക്കുന്നതല്ല. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇന്നിപ്പോൾ റിമാൻഡ് ആണെങ്കിൽ തിങ്കളാഴ്ച, നാളെ 2 ദിവസം കഴിഞ്ഞ്, ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ചയോട് കൂടിയായിരിക്കും കസ്റ്റഡി വാങ്ങാൻ പോകുന്നത്. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം അദ്ദേഹത്തെ വിശദമായി മൊഴി രേഖപ്പെടുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഇത് തീർന്നില്ല എങ്കിൽ ഇലക്ഷനിലെ പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങളിൽ ഒന്നായി ഇത് ഉയർന്നു വരും എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് വേഗത്തിൽ ഇത് തീർക്കാൻ വേണ്ടിയുള്ള നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. 1.5 മാസം സമയം കൂടി അന്വേഷണ സംഘത്തിന് കോടതി കഴിഞ്ഞ തവണ നൽകിയിട്ടുണ്ട്. അതിനുള്ളിൽ ചിലപ്പോൾ തീർക്കാൻ വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ തീർക്കും എന്ന സൂചന നൽകുന്നതാണ് ഇപ്പോഴത്തെ ഈ അറസ്റ്റ്. ഇതിന് മുകളിൽ ഒരാളുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കേസിൽ അൾട്ടിമേറ്റായിട്ട് കിങ് പിൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരാളെയാണ് ഇപ്പോൾ, തന്ത്രിയെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിന് മുകളിൽ ആളുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം ഈ തന്ത്രി അറിയാതെ ശബരിമലയ്ക്ക് കോവിലിന് അകത്തേക്കും പുറത്തേക്കും ഒരു സാധനം പോകില്ല. അദ്ദേഹം അറിയാതെ എങ്ങനെ പോകും എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും നിലനിൽക്കുകയാണ്. അതിനുള്ള ഉത്തരം പ്രത്യേക അന്വേഷണ സംഘം തന്നെ നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് താഴമൺ കുടുംബത്തിലേക്ക് ഈ അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ താഴമൺ കുടുംബത്തിലെ ഒരംഗം കൂടി ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന വിശ്വാസപരമായ പ്രശ്നങ്ങൾ കുറേ അതിനകത്ത് നിലനിൽക്കുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറം നീതിന്യായ വ്യവസ്ഥയുണ്ട്, നിയമ സംവിധാനങ്ങൾ ഉണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ വരിക എന്നുള്ള കാര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ചോദ്യം ചെയ്യലുമായി സഹകരിച്ചു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ ഹാജരാക്കിയ ശേഷം അദ്ദേഹത്തെ ഇന്ന് റിമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശനി ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ചയായിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ കിട്ടി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. കാരണം വിവിധ വർഷങ്ങളുടെ കണക്ക് എടുക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ തവണ ഇത് വിവാദമുണ്ടായ സമയത്ത് അദ്ദേഹം കൊടുത്തൊരു സൗണ്ട് ബൈറ്റിനകത്ത് പറയുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ശബരിമലയിൽ വരുന്ന ആളാണ്, 8 വർഷത്തോളം ശബരിമലയിൽ സഹായിയായിട്ട് അവിടെ നിന്നിട്ടുള്ള ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് വ്യക്തിപരമായ ബന്ധം കൂടി ഉണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് സ്വർണ്ണപ്പാളി മാറ്റണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഈ നാണയം എടുത്തെറിയുന്ന ഒരു രീതിയുണ്ട്. ശബരിമല പോയവർക്ക് അറിയാം, ഈ കോവിലേക്ക് അയ്യപ്പ വിഗ്രഹത്തിലേക്ക് എറിയുന്നതിന് പകരം നാണയം ഇങ്ങനെ എടുത്തെറിയും. നാണയം എറിഞ്ഞപ്പോൾ ഞണിഞ്ഞുപോയ ആ സ്ഥലമുണ്ട്, അതിൻ്റെ ഈ സ്വർണ്ണപ്പാളിയിൽ ഞണിഞ്ഞുപോയ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്ന് അതിനെ നേരെയാക്കുക, അങ്ങനെയുള്ള ചെറിയ പണികൾ. പിന്നെ താഴെ കളർ പോയി എന്ന് പറയുന്നുണ്ട്. അത് നേരെയാക്കാൻ വേണ്ടി ഉള്ള അനുമതി ഞാൻ നൽകിയിരുന്നു. പക്ഷേ അത് പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അനുമതിയല്ല, അവിടെ വെച്ചത് ശരിയാക്കണമെന്നാണ് താൻ പറഞ്ഞത്. പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ആ മറുപടി എന്തായാലും പോലീസ് വിശ്വസിച്ചിരിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് കുറച്ചു അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്ത് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. അത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു തുടങ്ങിയതിലേക്ക് തന്നെ വീണ്ടും എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കേസ്. ആ പ്രധാനപ്പെട്ട കേസിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു തന്ത്രി എത്തിച്ചേരുന്നു. തന്ത്രി എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ആളാണ്, വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു ബിംബമായിട്ട് നിൽക്കുന്ന ആളാണ്, അയ്യപ്പൻ്റെ ഒരു ബിംബമായി കാണുന്ന ആളാണ് ഈ തന്ത്രി കണ്ഠരര് രാജീവര്
എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താഴമൺ കുടുംബത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യുന്ന ആൾക്കാർ, അതിലൊരാളെ ഇപ്പോൾ ഒരു സ്വർണ്ണപ്പാളി കടത്തി എന്ന് പറയുന്ന ഒരു കേസിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. പിന്നീട് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ തീർച്ചയായിട്ടും സൈഫ് സൂചിപ്പിച്ചതുപോലെ താഴമൺ കുടുംബത്തിന് നിന്നുള്ള ഒരാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്ന ഒരു തന്ത്രി കുടുംബമാണ് താഴമൺ കുടുംബം. ആ കുടുംബത്തിൽപ്പെട്ട തന്ത്രി കണ്ഠര രാജീവൻ അറസ്റ്റിലാകുന്നു എന്നുള്ളത് വലിയ തലത്തിൽ അത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവം അത്രത്തോളം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്